ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ദേ ഖലീഫ കണ്ടിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സംവിധാനം ചിന്തിക്കുന്ന അറിയാലോ, നമ്മൾ വൈശാഖാണ്. അപ്പോൾ തിരക്കഥ ചെയ്തിരിക്കുന്നത് ജിനു വി എബ്രഹാമാണ് കേട്ടോ. അപ്പോൾ അത് പൃഥ്വിരാജ് അമറലി എന്നൊരു കഥാപാത്രത്തിൻ്റെ വേഷമാണ് കേട്ടോ ഈ സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഒപ്പം പൃഥ്വിരാജിനൊപ്പം പ്രധാന വേഷം ചെയ്യുന്നത് നീൽ മുകേഷ്, മാളവിക ശർമ്മ, പിന്നെ നമ്മുടെ ഷമ്മി തിലകൻ, പിന്നെ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ. ഇത്രയും പേരാണ് കേട്ടോ പ്രധാന വേഷത്തിൽ എത്തുന്നത്. അപ്പോൾ ഗൈസ്, ഈ സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോട് നമ്മൾ ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ ലുക്ക് അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ ആ ഒരു എൻട്രി ഒക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ അടിപൊളിയാണ്. ആക്ഷൻ രംഗങ്ങളിൽ പൃഥ്വിരാജ് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങളിൽ കേട്ടോ. കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും സിനിമ. അതിൻ്റെ അകത്ത് കൊറിയോഗ്രാഫിയും പിന്നെ ഫൈറ്റ് സീൻസൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം അടിപൊളി ഫൈറ്റ് സീൻസൊക്കെ അതിനകത്ത് കാഴ്ചവെക്കുന്നത് കേട്ടോ. പൃഥ്വിരാജ് വൈശാഖ് കൂട്ടുകെട്ടിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സിനിമയായിരുന്നു കേട്ടോ ഈ ഖലീഫ എന്ന് പറയുന്ന ഈ ഒരു മൂവി. സ്റ്റൈലിഷ് ആക്ഷൻ മൂവിയാണെങ്കിലും തിരക്കഥയിലൊക്കെ ഒരു വലിയ പുതുമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വലിയൊരു പുതുമ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ കാണുന്ന പോലെയൊക്കെ തന്നെ ഒരു മൂവി പോലെ എനിക്ക് തോന്നിയത് ഒരു ആക്ഷൻ സിനിമ. അപ്പോൾ കഥ വളരെ പ്രെഡിക്റ്റബിൾ ആവുന്ന രീതിയിൽ ആൾക്കാർ പറയുന്നത് കേട്ടോ. വൈശാഖ് ശൈലിയിൽ കാണുന്ന സാധാരണ എല്ലാ മാസ മസാല കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാര്യകഥ കുറവിനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുള്ള പലതരം ഇമോഷണൽ സീനുകൾ വന്നാലും പ്രേക്ഷകർക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആണ് പറയുന്നത്. വലിയ രീതിയിൽ അങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഇമോഷണൽ ആകാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ മൂവിയിലെ BGM പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വേറെ ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആവശ്യമില്ലാതെ കുറേ സ്ഥലങ്ങളിൽ ഈ BGM കൊണ്ട് ഇട്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ചോദിച്ചപ്പോൾ. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ അതിഥി വേഷം അത് പലർക്കും ആരാധകർക്കും ഭയങ്കര ഒരു പ്രചോദനം നൽകുന്ന ഒരു അപ്രത്യക്ഷമായ ഒരു അതിഥി വേഷമായിരുന്നു. കാരണം അടിപൊളി ഒരു ഇതാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പലർക്കും അത് ആണ് ഇഷ്ടപ്പെട്ടത്. അവസാനം പറഞ്ഞ ഒരു അതിഥി വേഷം അതൊരു രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹൈഡൻസ് വലിയ നമ്മുടെ സൂര്യയുടെ അതുപോലത്തെ കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയട്ടോ. കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ സാധാ അത്യാവശ്യം ഒരു പടം, ഒരു ആക്ഷൻ്റെ ഒരു പടം, അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരുപാട് അങ്ങനെ ഇതായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം കണ്ടിരിക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്കെ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങൾ ഖലീഫ കണ്ടോ? നിങ്ങൾക്ക് പൃഥ്വിരാജിൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് എൻ്റെ കുഞ്ഞു ഈ സിനിമ റിവ്യൂ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണുമായിരിക്കും.